ഇന്ന് രാവിലെ മഴയാണ്. ഇപ്പം അങ്ങനെ ഒരിക്കലായി. നമ്മുടെ പക്ഷിക്കുഞ്ഞുള്ളത് ഒന്നിങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. കാലിൽ നല്ല വേദനയുണ്ട്. ഒന്ന് മെല്ലെ നടക്കാം. അല്ലേ ആരുണ്ടാവില്ല പകല്. ഇവരുണ്ടാവും ഇങ്ങനെ ഒച്ചയാക്കാൻ. കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാണുമൊന്നും ചെയ്യില്ല ഒന്നും. പുറത്തെല്ലാം മെല്ലെ നടക്കാം. ഒരു തരം താള് കണ്ടു. അതൊരു തരം നല്ലൊരു ചെടി പോലത്തെ പലതരം ഉണ്ട്. ഇതാ ഉണ്ടല്ലേ നല്ല നിറയെ ഉണ്ടാവില്ല. കളയലാണത്. നല്ല കളറാന്ന് നോക്കറ. ഇതിലൊക്കെ ചെടിത്താള് ഉണ്ടല്ലേ നിറയെ ഉണ്ടാവില്ല. പലതരം ഉണ്ടതാ. ഒരു കിഴങ്ങുണ്ട്. അതാ ഉണ്ടല്ലേ. ഇത് മക്കൾ പിറന്നാളിനെല്ലാം കേക്കെല്ലാം മുറിക്കുമ്പോൾ ഞാൻ പറയും കേക്ക് മാത്രം മുറിക്കരുത്. പിറന്നാൾ ദിവസം എന്തെങ്കിലും ഒരു മരം നടണം. എന്തെങ്കിലും ഒരു ചെടിയോ മരമോ അങ്ങനെ ഏതാ മോൻ നട്ടതാണ്ടല്ലേ. നല്ല ആരോഗ്യത്തോടെ ഉണ്ട്. ഓരോരോ പിറന്നാളിന് ഇനി ഇങ്ങനെ നടാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നട്ടാലൊരു മരമോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ എന്തെങ്കിലും ആവുമല്ലോ ചെടിയോ. കോഴിക്കൂടെല്ലാം ഇങ്ങനെ വെഞ്ഞ് കിടക്കുന്ന വീട്ടിലിങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. നിറയെ കോഴിയും പശുവും എല്ലാം ഉണ്ടായിന്. നായ്ക്കൂടെല്ലാം പൊളിച്ചത് കൊടുത്തു. വെറുതെ എന്തിനിടെ വെച്ചിട്ട് തുരുമ്പെടുക്കാൻ എല്ലാം കൊണ്ടുപോയി. അതല്ലേ പൂക്കണ്ടില്ലേ. അതാ കൊല ഹനുമാൻഗിരിയുടെ ഒരുപാടുണ്ട്. നിറയെ ഉണ്ട്. മഞ്ഞളിൻ്റെ ഇടക്ക് കണ്ടത് ആകെ കാടാണെന്ന് കണ്ടില്ലേ. പൊരിച്ചിട്ടെന്തെങ്കിലും ഇട്ട് കൊടുത്താൽ നല്ലതായി പൊട്ടിയുണ്ടോ. ഉണ്ടാകാം വള്ളി പടർന്നിട്ട്. നെല്ല് കണ്ടേക്ക് നെല്ലിൻ്റെ പൊടിയെല്ലാം ഒന്നും കൊണ്ടിട്ടിട്ടേതാ വിരിഞ്ഞിട്ടുണ്ടതാ. നെല്ല് കണ്ടതാ. ഒരു ഐശ്വര്യം തന്നെയല്ലേ ഇത്. എന്താ നെല്ല് വിരിഞ്ഞിട്ടില്ല. പൊടിയിൽ നിന്ന് മുളച്ചതാണത്. പുല്ലിൻ്റെ പൊടിയെല്ലാം ഇട്ട് ചെളിന്ന് നട്ടത്. ഇതാ ഇതെല്ലാം ഉണ്ട്. ഇതാ നമ്മളെ വീട്ടിൽ നെല്ല് വിരിഞ്ഞതാക്കാം. കണ്ടത്തിലില്ലെങ്കിലും പിട്ടലുണ്ട്. ഇനിയാണ് പിട്ടൽ പറയുന്നത്. വിരിയാനായ നെല്ലാണ് പിട്ടൽ പറയുന്നത്. ഇനിയാണ് പിട്ടൽ പറയുന്നത്. ഇത് പണ്ടെല്ലാം ഇങ്ങനെ നെല്ലിൻ്റെ ഇടക്ക് പോയി ഇരുന്നിട്ട് ഊരി തിന്നും. നല്ല ഇളം നല്ല മധുരത്തോടു കൂടിയിൽ ഇത് ഊരി തിന്നും പിള്ളേരെല്ലാം. നല്ല പിട്ടലായിട്ടുണ്ട്. കുറേ മുളച്ചിട്ടുണ്ട്. അതാ കണ്ടില്ലേ. അതാ പിട്ടലായത് കണ്ടില്ലേ. അതാ വേണ്ട ഓല അവസാനിക്കും ഇവിടെ. അതാണ്ട പിന്നെ ഓലയുണ്ടാവില്ല പിട്ടലായ പിന്നെ. അതാ ഉണ്ടല്ലേ കതിര് കാണാൻ കണ്ടത്ത് പോണ്ടാതെ ഇവിടെ എല്ലാം ഉണ്ട്. ഉണ്ടല്ലേ. ഇതാ നല്ലൊരു കതിര്. ഒരുപാട് സന്തോഷം ഇത് കാണുമ്പോൾ. എന്താ മലങ്കാടായി. ഇതാണ്ട് നമ്മളെ ഇതില്ലേ വാളവര നിറയെ പൂത്തിട്ടുണ്ട്. കണ്ടാ ഈ സമയത്ത് പിടിക്കുന്നാലും പിടിച്ചിട്ടുണ്ട്. നല്ലോണം ഉണ്ട്. അപ്പുറത്തെല്ലാം പിടിച്ചിട്ടുണ്ടാകും. കാടായതുകൊണ്ട് പോകാനും ആവുന്നില്ല. ഒരു പന്തൽ വിട്ട് കൊടുത്തിട്ട് അതിന് പാവത ഇങ്ങനെ പടക്കുന്നുണ്ട്. ഇതില്ലേ അതിൻ്റെ പൂക്കണ്ടോ. എവിടുന്ന് കാണുന്നില്ല. അതാ വലിയ കൊല നെൽക്കതിര്. ഇതാ ഉണ്ടല്ലേ നെല്ല്. ഇതാണ് നെല്ല്. എന്താ ഇത് ഞാൻ ആദ്യം നട്ട മഞ്ഞളില്ലേ അതായത് ഇതാ എന്താ കുറച്ച് ഉണ്ടാക്കിയിട്ട് വട്ടത്തിൽ നട്ടത് ഇടിയാണ്. ഇതുവരെ ബാക്കിയെല്ലാം പോക്കാണ്. പൂക്കണ്ടത് ഇഷ്ടംപോലെ പൂണ്ടത്. കാട് നിറഞ്ഞിട്ട് കാണാം. തവളപ്പിൽ നിറയെ പൂവാണ്. താളും കാട്ടുതാളും എല്ലാം ഉണ്ട്. മഞ്ഞൾ കണ്ട അല്ല ഇങ്ങനെ ഉണ്ട്. ഇനിയിപ്പം ഇതങ്ങ് ഇട്ട് കൊത്തി മൂടി കൊടുത്താൽ നല്ല മഞ്ഞളുണ്ടാവും. നോക്കാം.
വാളവരെ എങ്ങുണ്ട് ഇപ്പുറത്തെല്ലാം പടന്നിട്ട് കുഞ്ഞിപ്പന്നീരുണ്ടോ രാവിലത്തെ പെരുമഴക്കെല്ലാം കൊഴിഞ്ഞു ഇങ്ങനെ പൊളിഞ്ഞതാണ് പോയി ഉണ്ടല്ലേ ഇതാ പൂക്കളുണ്ട് അന്ന് വൃത്തിയാക്കിയല്ല അത്രയും വൃത്തിയാക്കിയിട്ട് പിന്നെ മഴയല്ലേ നമ്മൾ ചുമക്കൂർക്ക ഉണ്ടല്ലേ നല്ല ആരോഗ്യത്തോടെ വരുന്ന പനിക്കൂർക്കയാണെങ്കിൽ ഇത്ര ഇതായിട്ടുണ്ടാവില്ല ആരോഗ്യത്തോടെ ഇത് നല്ലതാണെന്നാണ് പറയുന്നത് എല്ലാറ്റിനും കുറച്ച് ഇല പറിച്ച് അങ്ങനെ നീരെടുത്ത് കുടിച്ചാൽ നല്ലതാണെന്ന് പറയുന്നത് എല്ലാറ്റിനും പറ്റുമെന്നാണ് പറയുന്നത് നിൽക്കുന്നത് ഇവിടെ സ്ഥിരം പനിക്കൂർക്ക ഉണ്ടാവില്ല ഇത് ചുമക്കൂർക്ക നല്ലതാണെന്ന് പറഞ്ഞു ഇതിൻ്റെ നല്ല വിച്ചിൻ്റെ മണമാണ് ഇതിന് ഇത് ഇങ്ങനെ ഇല പറിച്ച് തിരുമ്പിയിട്ട് കൈമീട്ട് ഇതാക്കി നെറ്റിക്ക് തടിയാൽ തലവേദനക്കെല്ലാം നെറ്റിക്ക് തടിയാൽ മതി ആ നീര് എന്നാണ് പറയുന്നത് നല്ലതാണെന്നുള്ളത് എന്താ മണം എന്താ തൊടയേ വേണ്ടു നല്ല മണം വിച്ചിൻ്റെ മണം തന്നെ അല്ലേ നമ്മളെ താള് നട്ടത് നല്ലൊരു കൊലയുണ്ട് ഇവിടെ ഞാനിങ്ങനെ പുറത്ത് കഴിയുമ്പോൾ നിങ്ങളെയും കൂടെ അത് കാണിക്കുകയാണ് ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടണ്ടേ ആടെയൊന്നുണ്ട് അതും ഉണ്ട് അവിടെ കുറച്ചുകൂടെ അയവാടെല്ലാം വീണ് പോവും മുക്കാൻ നിൽക്കൂല പഴമനുസരുണ്ടോ വലിയതായിട്ട് എല്ലാം കുറേ കൊത്തിക്കളഞ്ഞു ഒന്ന് കാട് പോലെയായിട്ട് ചേന നേരെ പോകുന്നുണ്ട് ചക്കര ചേന കൊണ്ടുവന്ന് കിട്ടി അതിലെടുത്ത് കൊണ്ടങ്ങ് വെക്കായിരുന്നു നല്ല വീട് പൊളിച്ച സ്ഥലമല്ലേ ഇതല്ലേ കണ്ടമാനം കിടക്കാനും അവർ അടിയിലുള്ള കല്ലില്ലതുകൊണ്ട് വാഴ കുറേ പോയില്ലേ മാവിൻ്റെ കൊമ്പ് വീണിട്ടെല്ലാം പോയതാണ് കുലക്കും ഇപ്പം നല്ല സോദരി വാഴ ഇതാ പുറത്ത് കഴിയുമ്പോൾ എന്തെല്ലോ ചെയ്യണം തോന്നുന്നു ഒന്നും അനങ്ങാനും പറ്റുന്നില്ലല്ലോ അനങ്ങുമ്പോഴേക്ക് കൈ നല്ല വേദന നടുവിനേക്കാൾ വേദന കുനിയാൻ പോലും കഴിയുന്നുമില്ല അയ്യോ നമ്മളെ വാളവരെ നമ്മൾ നോക്കാണ്ട് കളഞ്ഞൂടാ ഇതിൻ്റെ മുകളിലെല്ലാം എൻ്റെ പൂണ്ട് കാണുന്നുണ്ടോ അറിയില്ല കൊല പൂണ്ടത് അതാ ഇപ്പോൾ ഞാൻ കാണുന്നത് കണ്ടില്ലേ എൻ്റെ അമ്മേ ഒരുപാടുണ്ട് നമ്മൾ നോക്കാണ്ട് അതിനെ